അടിമാലിക്ക് സമീപം ലക്ഷം നഗറിൽ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയപാത അധികൃതർക്കും കരാറുകാരനുമെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. കരാറുകാരന്റെ ഉദാസീനതയാണ് ദുരന്തത്തിന് കാരണമെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. ദേശീയപാത 85-ന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ പല വിവാദങ്ങൾക്കും തുടക്കമായിരുന്നു. പലയിടങ്ങളിലും മണ്ണെടുത്ത നിർമ്മാണങ്ങൾ ആരംഭിച്ചപ്പോൾ ഇതിനെതിരെ വ്യാപക പ്രതിഷേധങ്ങളാണ് ഉയർന്നത്. വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്ന നാട്ടുകാർ പലവട്ടം പരാതിപ്പെട്ടതാണ്. നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ സാധൂകരിക്കുന്ന രീതിയിലാണ് ശനിയാഴ്ച രാത്രിയിൽ ഒരാളുടെ ജീവനെടുത്ത ദുരന്തം സംഭവിച്ചത്. വിഷയത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. അശാസ്ത്രീയ നിർമ്മാണമാണ് ദുരന്തത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. അശാസ്ത്രീയമായിട്ടുള്ള ഈ മണ്ണെടുപ്പാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത്. ഞാനൊരു പാർട്ടിക്കാരനാണ്, NCPയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ പരാതി കൊടുത്തതാണ്. പരാതി കൊടുത്തിട്ടും ഇത് ഒരു എഞ്ചിനീയർമാരോ ഒന്നും വന്ന് നോക്കാൻ ആരും തയ്യാറായില്ല. അത് തന്നെയുമല്ല, ഇവിടെ ഈ ഹിന്ദിക്കാർ വന്ന് പണിയുന്നു, മണ്ണെടുക്കുന്നു. ആ മണ്ണെടുത്ത അശാസ്ത്രീയമായിട്ട് മണ്ണെടുക്കുമ്പോൾ ഞങ്ങളെല്ലാവരും പറയുമായിരുന്നു മണ്ണങ്ങനെ എടുക്കരുത്. എടുത്തു കഴിഞ്ഞിട്ട് മഴക്കാലം വന്നിട്ട് ഈ മണ്ണിനൊന്നും ഒരു പിടുത്തമില്ലാത്തതാണ്. ഹൈറേഞ്ചിലെ ആളുകളെല്ലാം ഒരു മൂന്നാംകട ആളുകളായിട്ടാണ് കാണുന്നത്. അതേസമയം കരാർ ഏറ്റെടുത്തിട്ടുള്ള കമ്പനിക്കെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നു കഴിഞ്ഞു. അപകട ഭീഷണിയുണ്ടെന്ന് പറഞ്ഞിട്ടും നിർമ്മാണം തുടരുകയായിരുന്നുവെന്നും കരാറുകാരന്റെ അനാസ്ഥയാണ് ഇതിന് പിന്നിലെന്നും നാട്ടുകാർ ആരോപിച്ചു. ഈ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം അത് അവരുടെ ഈ മണ്ണിടിഞ്ഞു വരാൻ കാരണം അവർ മുകളിൽ നിന്ന് അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുത്തത് കൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ അവിടെ നിന്ന് ഈ മണ്ണിടിഞ്ഞു വരാൻ കാര്യം. ഏറ്റവും വലിയ ബ്രേക്കറുകൾ വെച്ച് മട്ടിക്കല്ലുകൾ അവർ ബ്രേക്ക് ചെയ്ത് പൊട്ടിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് മണ്ണുകൾക്ക് വിള്ളൽ വീണത്. ആ വിള്ളൽ വീണതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മണ്ണിടിഞ്ഞു വന്ന് ഈ ആളുകൾക്ക് ദാരുണാന്ത്യമായത്. എന്നിട്ടും നാഷണൽ ഹൈവേ അധികൃതരുടെ അടുത്ത് നിസ്സംഗതാ മനോഭാവമാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ കോൺട്രാക്ടർ EKKയുടെ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് അവരിതിലെ കള്ള് കുടിച്ച് അട്ടഹസിച്ച് നടക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടാകുന്നത് ഈ കോളനിക്കകത്തോട്. ഞങ്ങൾക്ക് വളരെ വേദനയുണ്ട്. അതേസമയം വിഷയത്തിൽ പരിശോധന നടത്തുമെന്ന് മന്ത്രിയും ഇടുക്കി MPയും ഉറപ്പ് നൽകി കഴിഞ്ഞു. സമഗ്രമായ അന്വേഷണം നടത്തുവാനാണ് സർക്കാരിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, അടിമാലി.